ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പ്രായം മുഖത്ത് കാണാറില്ല? 50-60 വയസ്സ് കഴിഞ്ഞിട്ടും ചില സ്ത്രീകളെ കണ്ടാൽ ഇന്നും അത്ഭുതത്തോടെ നോക്കിപ്പോകും അല്ലെ? മുഖത്ത് എന്തെന്നില്ലാത്തൊരു തിളക്കം, കണ്ണുകളിൽ ഒരു ജീവൻ, സംസാരത്തിൽ ഭയങ്കര ആത്മവിശ്വാസം, നടപ്പിൽ ഒരു പ്രത്യേക ഊർജം. ഇവരുടെ യഥാർത്ഥ രഹസ്യം എന്താണ്? പലരും കരുതും വില കൂടിയ ക്രീമുകൾ, മേക്കപ്പ്, ഫേഷ്യൽ അല്ലെങ്കിൽ പ്രത്യേക ചികിത്സകൾ. പക്ഷെ ഇതൊന്നുമല്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചില സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പ്രായം മുഖത്ത് കാണാറില്ല എന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങളാണ്. അവസാനം പറയുന്ന രഹസ്യമാണ് ഇവയിൽ ഏറ്റവും ശക്തം. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾ പ്രായത്തെ കാണുന്ന രീതിയും ജീവിതത്തെ കാണുന്ന രീതിയും മാറും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടാകും. ഫസ്റ്റ് പോയിന്റ്, പ്രായം ആദ്യം വരുന്നത് മുഖത്തല്ല, മനസ്സിലാണ്. ഒരു സ്ത്രീ എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഞാൻ വയസ്സാകുന്നു, എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, എന്നെ ഇനി ആരും ശ്രദ്ധിക്കില്ല, ആ വാക്കുകൾ പതിയെ അവളുടെ മനസ്സിൽ ഒരു വീടുണ്ടാക്കും. പക്ഷെ മറ്റൊരു സ്ത്രീ ഓരോ ജന്മദിനവും ആഘോഷിക്കും. അവൾ പറയും, എനിക്ക് പ്രായമല്ല കൂടുന്നത്, അനുഭവമാണ് കൂടുന്നത്, പക്വതയാണ്, ആത്മവിശ്വാസമാണ്. അവിടെയാണ് വ്യത്യാസം തുടങ്ങുന്നത്. സെക്കൻഡ് പോയിന്റ്, ചില മുഖങ്ങൾ എന്തുകൊണ്ട് തിളങ്ങുന്നു? സന്തോഷമുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ മുഖത്ത് വില കൂടിയ മേക്കപ്പിനേക്കാൾ ഒരു പ്രത്യേക ഒരു ഗ്ലോ ഉണ്ട്. കാരണം സന്തോഷം ഒരു കോസ്മെറ്റിക് അല്ല, അവ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രകാശമാണ്. എൻ്റെ മകൾ 9th പഠിക്കുന്നു. ഞാനും മകളും എല്ലായിടത്തും പോകുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ചേച്ചിയും അനിയത്തിയും ആണോ എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. എനിക്ക് അത്രയ്ക്കൊന്നും പ്രായമില്ല, എന്നാലും അത്യാവശ്യം ഉണ്ട്. എന്നാലും അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം. അപ്പൊ ഇനി പോയിന്റിലേക്ക് കടക്കാം. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരായി ആരുമില്ല. പക്ഷെ ചിലർ പ്രശ്നങ്ങളിൽ ജീവിക്കുന്നു, മറ്റു ചിലർ സന്തോഷത്തിൽ ജീവിക്കുന്നു. മുഖം രണ്ടും പറഞ്ഞു തരും. നെക്സ്റ്റ് പോയിന്റ്, അവർക്കൊരു രഹസ്യം അറിയാം. എന്ത് രഹസ്യം? ഓരോ രാത്രിയും അവർ നന്ദി പറയുന്നു. അന്നത്തെ ദിവസത്തിന് നന്ദി പറയും, ശരീരത്തിന് നന്ദി പറയും, ജീവിതത്തിന് നന്ദി പറയും. നന്ദി പറയുന്ന ഹൃദയത്തിൽ നിരാശയ്ക്ക് അധിക കാലം താമസിക്കാൻ കഴിയില്ല. ഇതുവരെ പറഞ്ഞത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രം മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യമാണ്. എന്താണതെന്നല്ലേ? കണ്ണാടിക്ക് മുന്നിൽ ഡെയിലി 1 മിനിറ്റ്. നാളെ രാവിലെ മുതൽ നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറയൂ, ഞാൻ സുന്ദരിയാണ്, ഞാൻ ആരോഗ്യവതിയാണ്, എൻ്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നു. ആദ്യ ദിവസം മനസ്സത് വിശ്വസിക്കില്ല, പക്ഷെ പോകെ പോകെ മനസ്സത് കേൾക്കും. മനസ്സ് വിശ്വസിച്ചാൽ ശരീരവും പതിയെ പ്രതികരിക്കും. ഈ ചെറിയ ശീലം ദിവസവും വെറും 1 മിനിറ്റ് ചെയ്താൽ നിങ്ങളുടെ മനസ്സിലും മുഖത്തും ആ ഒരു മാറ്റം അനുഭവിക്കാൻ പറ്റും. ഇനി അടുത്തത്, ഏറ്റവും വലിയ ചുളിവ് മുഖത്തെ ചുളിവല്ല, മനസ്സിലെ ഭാരമാണ്. വർഷങ്ങളായുള്ള ദേഷ്യം, ക്ഷമിക്കാത്ത മനസ്സ്, പറയാത്ത വേദന, ഇവയാണ് പലരുടെയും മുഖത്തെ ക്ഷീണിപ്പിക്കുന്നത്. ചില സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവർ വിട്ടുകൊടുക്കും, ക്ഷമിക്കും, വീണ്ടും ചിരിക്കും. അതുകൊണ്ടാണ് അവരുടെ മുഖത്ത് ഇന്നും ജീവൻ ഉള്ളത്. അടുത്ത പോയിന്റ്, ശരീരത്തെ സ്നേഹിക്കുന്ന സ്ത്രീ. കണ്ണാടിയിൽ നോക്കി അവർ ഒരിക്കലും ശരീരത്തെ കുറ്റപ്പെടുത്തില്ല. പകരം അവർ പറയും, ഈ ശരീരം എന്നെ ഇത്രയും നാൾ താങ്ങി, ഞാൻ ഇതിനെ സ്നേഹിക്കും. ആ സ്നേഹം മുഖത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അവസാനത്തെ കാരണമാണ്. ഈ വീഡിയോയുടെ ഹൃദയം. മിക്ക ആളുകളും യുവത്വം നഷ്ടപ്പെടുത്തുന്നത് ശരീരം കൊണ്ടല്ല, ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ യുവത്വത്തിൻ്റെ യഥാർത്ഥ രഹസ്യം എന്താണെന്ന് പറയുന്നത്, നമ്മൾ എന്തായാലും ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, നന്നായി ഉറങ്ങണം, വ്യായാമം ചെയ്യണം. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സ് വിഷമം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ മുഖം അത് മറയ്ക്കില്ല. ഒരു സത്യം പറയട്ടെ, യുവത്വം വയസ്സിന്റെ വിപരീതമല്ല, പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിന്റെ വിപരീതമാണ്. ചിരിക്കാൻ കഴിയുന്നിടത്തോളം, സ്വപ്നം കാണാൻ കഴിയുന്നിടത്തോളം, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നിടത്തോളം, സ്നേഹിക്കാൻ കഴിയുന്നിടത്തോളം നിങ്ങൾ ഇപ്പോഴും യുവതിയാണ്.
കാരണം മുഖത്തെ സൗന്ദര്യം സമയം മാറ്റും, പക്ഷേ മനസ്സിലെ സൗന്ദര്യം സമയം കൂടുതൽ മനോഹരമാക്കും. സോ ഇന്ന് മുതൽ ക്രീം വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിനെ സ്നേഹിക്കാൻ തുടങ്ങും. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആൻറ്റി ഏജിങ് സീക്രട്ട്. ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യൂ. നിങ്ങളെപ്പോലെ മറ്റാരെങ്കിലും എത്തിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യൂ. മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ നടത്തിവരുന്ന ഗ്രൂപ്പ് സെഷൻ ജൂലൈ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അതിലേക്ക് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. കൂടെ പേഴ്സണൽ സെഷൻസും നടത്തി വരുന്നു. ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഹായ് ചെയ്യുക. താങ്ക്